നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. കേരള ഹൈക്കോടതി സംസ്ഥാനത്ത് എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് വ്യക്തമായ നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടു. ഇതുവരെ കേരളത്തിന് എയിംസ് ലഭിക്കാത്തതെന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. എല്ലാ ഔപചാരിക നടപടികളും പൂർത്തിയായതായി സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടു. ഈ കേസിന്റെ അടുത്ത വാദം ഉടൻ നിശ്ചയിക്കും. ശബരിമല ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് മാസങ്ങളായി ശമ്പളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു. ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും മറുപടി തേടി. കടുത്ത സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നുവെങ്കിലും ശമ്പള വിതരണം തുടർച്ചയായി വൈകുന്നതായി തൊഴിലാളികൾ പറയുന്നു. നരേന്ദ്രമോദി കൊച്ചിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇനി പരമ്പരാഗത രാഷ്ട്രീയത്തിന് അതീതമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. സംസ്ഥാനത്തെ വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും സംബന്ധിച്ച കേന്ദ്ര പദ്ധതികൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാറ്റത്തിന്റെ ഭാഗമാകാൻ യുവാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് കൊച്ചി നഗരത്തിലെ നിരവധി പ്രധാന റോഡുകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. യാത്രക്കാർക്ക് പകരം മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. വിമാനത്താവളം റോഡിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സുരക്ഷ ക്രമീകരണങ്ങൾ കർശനമാക്കിയതിനാൽ പൊതുജനങ്ങൾക്ക് കുറച്ചു സമയം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ണികൃഷ്ണൻ പൊട്ടി ഡിജിപിക്ക് പരാതി നൽകിയിട്ടുണ്ട്. MALA കടകംപള്ളി സുരേന്ദ്രൻ തനിയെ വ്യാജക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. കഴക്കൂട്ടം സ്വദേശിനിയായ പ്രതിഭ എന്ന സ്ത്രീ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നൽകിയ അടുത്തകാലത്തെ പരാതിയിൽ കടകംപള്ളിയുടെ പങ്കുണ്ടെന്നാണ് പൊട്ടിയുടെ ആരോപണം. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത് തടയാൻ കടകംപള്ളി ശ്രമിക്കുന്നുവെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും പൊട്ടി ആവശ്യപ്പെട്ടു. കഴക്കൂട്ടം സ്വദേശിയായ പൊട്ടി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം SITയുടെ മുമ്പാകെ പരാതി നൽകി. ഇന്ന് ധനലക്ഷ്മി ലോട്ടറിയുടെ ഫലം പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനം 1 കോടി രൂപയായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ടിക്കറ്റ് ഉടമകൾക്ക് സമ്മാനങ്ങൾ ലഭിച്ചു. വിജയികൾ ടിക്കറ്റുകൾ സൂക്ഷ്മമായി സുരക്ഷിതമായി നിലനിർത്തണമെന്നും ഔദ്യോഗിക നടപടികൾ വഴിയെ മാത്രം സമ്മാനം കൈപ്പറ്റണമെന്നും ലോട്ടറി വകുപ്പ് ഉപദേശിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ കാലാവസ്ഥാ മാറ്റത്തെ നേരിടുന്നതിന് കർഷകരെ സഹായിക്കുന്നതിനായി സംസ്ഥാന കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനമാകെ കൃഷി പരിശീലന ആവശ്യകതകളെക്കുറിച്ചുള്ള സമഗ്ര സർവേ ആരംഭിച്ചു. കർഷകരുടെ നിലവിലെ കൃഷിരീതികൾ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, കൃത്രിമ ബുദ്ധി, കൃത്യത കൃഷി, ഡ്രോൺ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ള നവീന സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അറിവും ബോധവത്കരണവും വിലയിരുത്തുകയാണ് സർവേയുടെ ലക്ഷ്യം. തിരുവനന്തപുരം നഗരത്തിൽ ഒരു യുവാവിന്റെ സംശയാസ്പദ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അനധികൃത ലോൺ അക്കൌണ്ടിൽ അന്വേഷണം നടത്തുന്നു. തുടർച്ചയായ ഭീഷണികളും മാനസിക സമ്മർദ്ദവും മൂലമാണ് യുവാവ് ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചു. പോലീസ് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി. 1 പവൻ സ്വർണം 100 കണക്കിന് രൂപ ഉയർന്നു. ഇതോടെ ഉപഭോക്താക്കൾ ആശങ്കയിൽപ്പെട്ടു. അന്താരാഷ്ട്ര വിപണിയും ഡോളറിന്റെ ശക്തിയും പ്രാദേശിക വിപണിയിൽ സ്വാധീനം ചെലുത്തിയതായാണ് ജ്വല്ലറിമാരുടെ അഭിപ്രായം. തിരുവനന്തപുരം നഗരത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളായ കെരാഫെഡിന്റെയും മിൽമയുടെയും ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വ്യാപാര കരാർ മന്ത്രിയുടെ ഭാര്യയുടെ കമ്പനിക്ക് യാതൊരു മത്സര നടപടിയും ഇല്ലാതെ വിജ്ഞാപനമോ താൽപര്യപത്രമോ പുറപ്പെടുവിക്കാതെയുമാണ് നൽകിയത്. ഈ കരാർ മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ എന്ന കമ്പനിക്കാണ് നൽകിയിരിക്കുന്നത്. മന്ത്രിയായ KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനനാണ് കമ്പനിയുടെ CEO. ദുബായിൽ കെരാഫെഡ് തേങ്ങാ എണ്ണയും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും മിൽമ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്നതിനാണ് ഈ കരാർ. പത്തനംതിട്ട ജില്ലയിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനും CPM നേതാവുമായ A പത്മകുമാറിനോട് പാർട്ടി വിശദീകരണം തേടി. ജില്ലാ നേതൃത്വം തപാൽ മാർഗം നോട്ടീസ് അയച്ചു. വിശദീകരണം ലഭിച്ച ശേഷം പാർട്ടി നടപടി സ്വീകരിക്കും. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ ധനസഹായത്തോടെ നിർമ്മിച്ച ജില്ലാ വെക്ടർ നിയന്ത്രണ യൂണിറ്റ് ഓഫീസിന്റെ സമാന്തര ഉദ്ഘാടനം BJP നടത്തി. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യാനിരുന്നതായിരുന്നു. എന്നാൽ ബുധനാഴ്ച വൈകുന്നേരം ജില്ലാ അധ്യക്ഷൻ KP പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ BJP പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി. 2024 കേന്ദ്ര പദ്ധതിയായ NHM മുഖേന 2 കോടി 17 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. 5262 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമാന്തര ഉദ്ഘാടനം നടത്തിയതെന്ന് BJP നേതാക്കൾ പറഞ്ഞു.
മാർച്ച് 11 കേരളത്തിലെ വിവിധ ജില്ലകളിൽ യോഗ പരിശീലന ശിബിരങ്ങൾ, കൈത്തറി പ്രദർശനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. വലിയ ജനപങ്കാളിത്തമാണ് ഈ പരിപാടികളിലുണ്ടായത്. ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രാദേശിക കലാകാരന്മാരെയും ശില്പികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായകരമാണെന്ന് ടൂറിസം വകുപ്പ് അറിയിച്ചു. കൊച്ചിയിൽ മലബാർ ഡിസ്റ്റിലറീസ് പുതിയ മദ്യത്തിനായി പേരും ലോഗോയും നിർദ്ദേശിക്കാൻ പൊതുജനങ്ങളെ ക്ഷണിച്ചിരുന്ന മത്സരം റദ്ദാക്കിയതായി ഹൈക്കോടതിയെ അറിയിച്ചു. വിദേശ മദ്യ നിയമപ്രകാരം ഓരോ ബ്രാൻഡും പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. പേരിന്റെ തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനായി പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ തേടിയിരുന്നു. എന്നാൽ യാതൊരു നിർദ്ദേശവും സ്വീകരിക്കാതെ കമ്പനി തന്നെ മദ്യത്തിന്റെ പേര് തീരുമാനിച്ചു. മത്സരത്തിനായി ഒരു പത്രക്കുറിപ്പ് മാത്രമാണ് നൽകിയതെന്നും കമ്പനി അറിയിച്ചു. കൊച്ചി ഹൈക്കോടതി ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ ശ്വേതമേനന്റെതിരെ നൽകിയ കേസ് റദ്ദാക്കി. അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്ന പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എറണാകുളം സെൻട്രൽ പോലീസ് നൽകിയ കേസ് നിലനിൽക്കില്ലെന്ന് ജസ്റ്റിസ് CS ദിയാസ് ഉത്തരവിൽ വ്യക്തമാക്കി. അമ്മ തിരഞ്ഞെടുപ്പ് സമയത്ത് ശ്വേതമേനന്റെ പ്രതിഷ്ഠ തകർക്കാനുള്ള ഉദ്ദേശത്തോടെ നൽകിയ പരാതിയാണെന്ന വിമർശനത്തിന് ശേഷമാണ് ഈ ഉത്തരവ്. കോട്ടയം നഗരത്തിൽ പഴയ ഓർമ്മകളുടെ ജാലകം തുറക്കാൻ ഒരു പഴയ ബസ് വീണ്ടും റോഡിലിറങ്ങുന്നു. 1970കളും 80കളും കാലഘട്ടത്തിൽ ഓടിയ ബസ്സുകളെപ്പോലെ 2 ഹെഡ്ലൈറ്റുകളും മുന്നിൽ 2 ഭാഗങ്ങളുള്ള ഗ്ലാസുമുള്ള ബസ്സാണ് തിരുവനന്തപുരത്തെ KSRTC കേന്ദ്ര വർക്ക്ഷോപ്പിൽ തയ്യാറാക്കുന്നത്. എന്നാൽ ഏത് റൂട്ടിലാണ് ബസ് ഓടുകയെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ആലപ്പുഴയിൽ മുൻ മന്ത്രി G. സുധാകരൻ CPM വിട്ടുനിന്നതിനു ശേഷം ഇന്ന് വാർത്താസമ്മേളനം നടത്തി തന്റെ നിലപാട് വ്യക്തമാക്കും. CPM നേതാക്കളുടെ ഒരു സംഘം ഇന്നലെ രാത്രി സുധാകരന്റെ വീട്ടിലെത്തി. വാർത്താസമ്മേളനം മാറ്റിവെക്കണമെന്നും പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിക്കരുതെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കരുതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ വാർത്താസമ്മേളനം മാറ്റിവെക്കില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും സുധാകരൻ അറിയിച്ചു. UDF പിന്തുണ നൽകുമെന്നാണ് സൂചന. കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധീവരസഭയുടെ സ്വർണജൂബിലി സംഗമവേദിയിൽ MP ഹിബി ഈഡനുമായി കൂടിക്കാഴ്ച നടത്തി. നിങ്ങളിവിടെ എന്തിനു നിൽക്കുന്നു, പാർലമെന്റിൽ പോകുന്നില്ലേ എന്നായിരുന്നു മോദിയുടെ ചോദ്യം. ഹിബി അമ്പരന്നെങ്കിലും ഇത് എന്ത് ചോദ്യം, കഴിഞ്ഞ ഒരു മാസം ചിലരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തില്ലേ, അവർ ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. ഇന്ന് രാവിലെ ഈ പരിപാടിക്കായി ഞാൻ ഡൽഹിയിൽ നിന്നാണ് വന്നത് എന്ന് മറുപടി നൽകി. മോദി മറുപടി പറയാതെ ചിരിച്ചു. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ സ്പീക്കറോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് ഹിബിയുൾപ്പെടെയുള്ള പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വേനൽക്കാലം കണക്കിലെടുത്ത് കേരള സർക്കാർ ആശുപത്രികളെ അലർട്ടിൽ വെച്ചു. ഹീറ്റ് സ്ട്രോക്കും കാലാവസ്ഥാ രോഗങ്ങളും നേരിടാൻ ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉച്ചസമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഒഴിവാക്കാനും മതിയായ വെള്ളം കുടിക്കാനും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാതിരിക്കാൻ നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ വകുപ്പ് സാഹചര്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മണ്ണാർക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ശശിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ശശിയെ കൂടാതെ മറ്റാരെയും ചുവന്ന കൊടി ഉയർത്താൻ അനുവദിക്കില്ലെന്നുമാണ് പറഞ്ഞതെന്ന്. ജില്ലാ സെക്രട്ടറിക്കെതിരെ വെല്ലുവിളി ഉയർത്തിയ ശശിയോട് ഒരേയൊരു കാര്യമാണ് പറഞ്ഞത്, നിന്റെ കണ്ണിൽ തടിയിരിക്കുമ്പോൾ മറ്റൊരാളുടെ കണ്ണിലെ ചെറുകല്ല് അന്വേഷിക്കരുത്. ശശി ജില്ലാ സെക്രട്ടറിയുടെയും പാർട്ടി സഹപ്രവർത്തകരുടെയും തുല്യനല്ല. ഒരു കുട്ടിയാണ് ശശിയെ സസ്പെൻഡ് ചെയ്യിച്ചത്. ആ കുട്ടി ഇപ്പോഴും CPM പിന്തുണക്കാരനാണ്.